ഹലോ ലോയിറ്റെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് വൈൽ ഉണ്ട് ദാ എന്ന കണക്ടറാണ്. രണ്ട് സെൻറ്റൻസുകൾ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നമ്മൾ ഏവണിലും കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ട് അല്ലേ, പഠിച്ചിട്ടുണ്ട്, അഡോസും ഒക്കെ. അപ്പോൾ അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന ഒരു കണക്ടറാണ് വൈലും. ഇനി അഡോസിലെ ഡി എന്താണെന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ എന്തിനാണ് ഡി ഉപയോഗിക്കുന്നത്? ദെൻ അല്ലേ, ബിക്കോസ് എന്ന മീനിങ് പറയാനായിട്ട്. ആ സെയിം മീനിങ് തന്നെയാണ് നമ്മൾ വൈൽ ഉപയോഗിക്കുമ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ദെന്നാണെങ്കിലും വൈലാണെങ്കിലും ദായാണെങ്കിലും സെയിം മീനിങ് ആണ് ബിക്കോസ്. ഓക്കെ, പക്ഷെ അത് ഉപയോഗിക്കുന്ന വ്യത്യാസമുണ്ട്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു സെൻറ്റൻസ് ഇപ്പോൾ നോക്കാൻ പോവുകയാണ്. നമ്മൾ ആദ്യം ദെൻ വെച്ചാണ് ഒരു സെൻറ്റൻസ് എഴുതുന്നത്. ഇഷ് ലേണേ ഡോയിഷ് ദെൻ ഇഷ് മ്യോക്ടെ ഇൻ ഡോയിഷ്ലാൻഡ് സ്റ്റുഡീറൻ. അതിൻ്റെ മീനിങ് എന്താണ്? ഞാൻ ഡോയിഷ് പഠിക്കുന്നു കാരണം എനിക്ക് ജർമ്മനി ചെന്നിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഈ സെൻറ്റൻസിലോട്ട് നോക്കുമ്പോൾ അറിയാം അല്ലേ, നമ്മളോട് ദെൻ യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ എന്നുള്ളത് എന്താണ്? നുൾ പൊസിസിയോൺ കൊണക്ടറാണ്. സോ ദെൻ നുള്ളി വരുമ്പോൾ ഇഷ് എന്നുള്ള സുബേറ്റ് ഫസ്റ്റ് വന്നു, മ്യോക്റ്റ് എന്നുള്ള മൊഡാൽ വെർബ് സെക്കൻഡ് പൊസിഷനിൽ വന്നു. അതായത് ഇഷ് മ്യോക്റ്റ് ഇൻ ഡോയിഷ്ലാൻഡ് സ്റ്റുഡിയറൻ വെർബ് നമ്മൾ സെക്കൻഡ് പൊസിഷൻ തന്നെ യൂസ് ചെയ്തു. ഇനി നമ്മൾ വൈൽ ഉപയോഗിച്ചിട്ട് ഈ സെൻറ്റൻസ് എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. ഇഷ് ലേണേ ഡോയിഷ് വൈൽ ഇഷ് ഇൻ ഡോയിച്ച്ലാൻഡ് സ്റ്റുഡീറൻ മ്യോക്ടെ. മനസ്സിലായോ? അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദെൻ യൂസ് ചെയ്തപ്പോൾ വെർബ് സെക്കൻഡ് പൊസിഷനിൽ വന്നു, വൈൽ യൂസ് ചെയ്തപ്പോഴോ വെർബ് എൻ്റെ. പിന്നെ നമ്മളിവിടെ ഉപയോഗിച്ചത് മൊഡാൽ വെർബും കൂടി ആയതുകൊണ്ട് സെക്കൻഡ് വരേണ്ട വെർബ് ഏതാണോ ആ വെർബാണ് നമ്മൾ എൻ്റെ കൊണ്ട് ഇടേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? മ്യോക്ടെ എൻ്റെയിൽ വന്നത്. വൈൽ ഇഷ് ഇൻ ഡോയിഷ്ലാൻഡ് സ്റ്റുഡീറൻ മ്യോക്ടെ. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാവേ. ഇഷ് കാൻ നിഷ്ട് കൊമ്മൻ ദെൻ ഇഷ് ബിൻ ക്രാങ്ക്. എനിക്ക് വരാൻ കഴിയില്ല കാരണം എനിക്ക് അസുഖമാണ്. ഇപ്പോൾ രണ്ട് സെൻറ്റൻസ് ഉണ്ടല്ലോ. ഒന്ന് നമ്മൾ എന്താ പറഞ്ഞത്? മെയിൻ സെൻറ്റൻസ് ഇഷ് കാൻ നിഷ്ട് കൊമ്മൻ, എനിക്ക് വരാൻ കഴിയില്ല. ഈ സെൻറ്റൻസ് നമ്മൾ എന്ത് പറയും? ഹൗപ്റ്റ്സാറ്റ്സ് എന്ന് പറയും, മെയിൻ സെൻറ്റൻസ്. ഇനി അതിൻ്റെ ഒരു കാരണം, റീസൺ ആണ് എന്ത്? എനിക്ക് അസുഖമാണ്, അതാണ് നേബൻസാറ്റ്സ്. ഓക്കെ, പക്ഷേ ഈ സെൻറ്റൻസിന് അങ്ങനെയില്ല, ഇത് രണ്ടും മെയിൻ സെൻറ്റൻസ് തന്നെയാണ്. അത് ദെൻ യൂസ് ചെയ്യുമ്പോൾ. പക്ഷേ നമ്മൾ വൈലും ദായൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതെന്താണ്? നേബൻസാസ് കണക്ടറാണ്. അപ്പോൾ എന്താണ് ഹൗപ്റ്റ്സാറ്റ്സ്, എന്താണ് നേബൻസാസ് എന്ന് നോക്കാം. മെയിൻ സെൻറ്റൻസ് നമ്മളെന്ത് പറയാം? ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നത്, അതായത് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ കഴിയുന്ന സെൻറ്റൻസിനാണ് ഹൗപ്റ്റ്സാറ്റ്സ് എന്ന് പറയുന്നത്. നേബൻസാറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഹൗപ്റ്റ്സാറ്റ്സിൻ്റെ സപ്പോർട്ടോട് കൂടി നിൽക്കുന്ന സെൻറ്റൻസാണ് നേബൻസാറ്റ്സ്. അതായത് ഹൗപ്റ്റ്സാറ്റ്സ് പറയുന്ന മെയിൻ സെൻറ്റൻസിൻ്റെ ഒരു റീസണോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കും നേബൻസാറ്റ്സിൽ വരുന്നത്. ഈ സെൻറ്റൻസ് നോക്കിയേ. ഇഷ് കാൻ നിഷ്ട് കൊമ്മൻ, എനിക്ക് വരാൻ കഴിയില്ല. വൈൽ ഇഷ് ക്രാങ്ക് ബിൻ ഉണ്ട്, കാരണം എനിക്ക് അസുഖമാണ്. അപ്പോൾ വൈൽ ചേർത്തിട്ട് നമ്മൾ എങ്ങനെ പറഞ്ഞത്? വെർബിൻ്റെ കോഞ്ചുഗേഷൻ ചെയ്ത് നമ്മൾ എൻ്റെ കൊണ്ടിട്ടു അല്ലേ. വൈൽ ഇഷ് ക്രാങ്ക് ബിൻ. നമുക്ക് സെൻറ്റൻസിൽ ഇനി വൈൽ ആദ്യം വെച്ചിട്ടും സെൻറ്റൻസ് ഫോം ചെയ്യാം. അപ്പോൾ നമ്മൾ വൈൽ ആദ്യം വെച്ച് എങ്ങനെയാണ് സെൻറ്റൻസ് ഫോം ചെയ്യുന്നത് നോക്കാം. വൈൽ ഇഷ് ക്രാങ്ക് ബിൻ കാനിഷ് നിഷ്ട് കൊമ്മൻ എന്ന് വെച്ചാൽ എന്താണ്? എനിക്ക് അസുഖമായത് കാരണം എനിക്ക് വരാൻ കഴിയില്ല. അപ്പോൾ വൈൽ ഇഷ് ക്രാങ്ക് ബിൻ കോമ കാൻ, അതായത് വെർബ് കോമ വെർബ് എന്ന കൺസെപ്റ്റാണ് നമ്മൾ ഒരു കണക്ടർ ആദ്യം യൂസ് ചെയ്യുമ്പോൾ എഴുതേണ്ടത്. കണ്ടോ, ആദ്യം നമ്മൾ ബിൻ ഉപയോഗിച്ചു, പിന്നെ ഒരു കോമ ഇട്ടു, പിന്നെ കാൻ യൂസ് ചെയ്തു. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ. എർക്കാൻ മിത്ത് ദം ഔട്ടോ നിഷ്ട് ഫാറൻ വൈൽ എസ് കപ്പൂട്ടിസ്റ്റ്. ഇനി നമ്മൾ സെൻറ്റൻസിൽ വൈൽ ആദ്യം യൂസ് ചെയ്യുകയാണല്ലോ. വൈൽ ദസ് ഔട്ടോ കപ്പൂട്ടിസ്റ്റ് കാൻ എർ ദാമിറ്റ് നിഷ്ട് ഫാറൻ. ഈ ദാമിറ്റ് എന്താണെന്ന് നമ്മൾ പഠിക്കൂ കേട്ടോ, ഏറ്റവും ടോപ്പിക്കിൽ പഠിക്കാനുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. ആ കാറിനെയാണ് നമ്മളിവിടെ ദാമിറ്റ് വെച്ച് സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിനി പോകാൻ കഴിയില്ല. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ സെൻറ്റൻസ് ദാ വെച്ച് പറയുകയാണെങ്കിലോ. ദസ് ഔട്ടോ കപ്പൂട്ടിസ്റ്റ് കാൻ എർ ദാമിറ്റ് നിഷ്ട് ഫാറൻ. ഇനി നമ്മൾ ദാ ഇടയ്ക്ക് യൂസ് ചെയ്യുകയാണെങ്കിലോ. എർ കാൻ മിത്ത് ദം ഔട്ടോ നിഷ്ട് ഫാറൻ ദാ എസ് കപ്പൂട്ടിസ്റ്റ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദാ ആദ്യം യൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ വൈൽ ആദ്യം യൂസ് ചെയ്യുകയാണെങ്കിൽ വെർബ് കോമ വെർബ്, ഇടയ്ക്കാണെങ്കിൽ വെർബ് എൻ്റെ. പിന്നെ നമ്മളിത് ഉപയോഗിക്കുന്നത് നേബൻസാസ് കൊണക്ടറിലാണ്. അപ്പോൾ അത് റീസൺ പറയുന്നത് കൊണ്ട് നേബൻസാസ് കൊണക്ടറാണ് ദായും വൈലും. അപ്പോൾ വൈലും ദായും യൂസ് ചെയ്യുന്നത് വെർബ് എൻ്റെയിലായിരിക്കണം. ഇനി ഞാനിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. ഈ യൂബങ്ങ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന്. അതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം, മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ.
അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണേ. അപ്പോൾ ഓക്കെ, ബൈ, ചൂസ്, ഓഫ് വിഡർസെൻ.